നമ്മൾ കസ്തൂരിമാൻ റെഫർ ചെയ്ത സ്ഥിതിക്ക് ഇന്റർനെറ്റിലൊക്കെ ഉണ്ടായ കാര്യം അറിഞ്ഞ കാര്യമാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ചേട്ടൻ ആ ഷൂട്ടിനിടയിൽ ലാസ്റ്റ് സീനിൽ കുറച്ച് പരിക്കുകളൊക്കെ സംഭവിച്ച് അതിന്റെ കുറച്ച് സ്റ്റോറി എന്ന് പറയാം. അവന്റെ ഒത്തിരി പറയാനുണ്ട്. അത് രസകരമായ സംഭവമാണ്. ഒന്നാമത് അതിൻ്റെ ക്ലൈമാക്സ് അറിയാമല്ലോ, ഇച്ചിരി വയലൻസ് ഉള്ള ഒരു ശരിക്കും. ഞാൻ ആദ്യമേ അതിനകത്താണ് എൻ്റെ കൊച്ചിനെയൊക്കെ ഞാൻ എടുത്ത് എറിയുന്നതും ഒക്കെ ഉണ്ട്. അകത്ത് കയറിയിട്ട് എൻ്റെ ഭാര്യയുടെ ക്യാരക്ടർ മറ്റേ എന്താണ് അവരെ എല്ലാം എടുത്ത് അടിക്കുകയും അത് കഴിഞ്ഞ് ഇവളെ അങ്ങനെ കുറേ അധികം വയലൻസ് ആ സീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു പരിധി വരെ അതിൻ്റെ ഒരു കോറിയോഗ്രാഫി ഉണ്ട്, ആ സീനിൻ്റെ ഒരു അത് ലോഹിയേട്ടൻ എന്നെ കൊണ്ട് തന്നെയാണ് അത് കമ്പോസ് ചെയ്യിച്ചത്. എടാ അത് നമുക്ക് ഇങ്ങനെ അത് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ വെച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. അത് അവരെ അടിക്കുന്നതും ഒക്കെ അത് ഞാൻ തന്നെ എന്താണ് ഒരു കൊറിയോഗ്രാഫി ഫിക്സ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്ത ഒരു സീക്വൻസ് ആണ് അത്. ഇതിൽ മലയാളത്തിലും അതെ, തമിഴിലും അതെ. തമിഴ് ഇതിനേക്കാൾ കൂടുതൽ വയലൻസ് ഉണ്ട് തമിഴിന്റെ ആ ഒരു ശൈലിയിൽ. എനിക്ക് കുറച്ചും കൂടി മലയാളത്തിനൊക്കെ ഇഷ്ടപ്പെട്ടത് തമിഴ് സിനിമയാണ്. ഇതിനേക്കാൾ നല്ല സിനിമയാണ്. അപ്പൊ അതില് ഈ സീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യമേ ഈ എന്താണ് എന്റെ ഭാര്യനെ ഞാൻ ഇങ്ങനെ മുടിക്കൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇവരെന്നെ അത് റെസിസ്റ്റ് ചെയ്യുമല്ലോ, നമ്മുടെ കയ്യിലൊക്കെ പിടിക്കുക. അപ്പൊ അവിടെയൊക്കെ കയ്യിൽ ഈ ഒന്നാമത് ഈ പെണ്ണുങ്ങൾക്ക് നഖം ഉണ്ടാവുമല്ലോ ഭയങ്കര, അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ. കാര്യം ഞാനിത് പിടിക്കുന്നില്ല, അത് നിങ്ങൾക്ക് അത് കൈ കാണിച്ച് ഇങ്ങനെ നമ്മുടെ സിനിമയിൽ പിടിക്കുമ്പോൾ നമ്മൾ വല്ലതും ഈ ശക്തി വരും. പക്ഷെ ഇതാണ് എന്റെ പിടുത്തം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അവിടെ അത് നിങ്ങൾ അഭിനയിക്കണം ഇങ്ങോട്ട്. അപ്പൊ അന്നേരം എന്റെ കയ്യിൽ നിന്ന് പോകാൻ വലിച്ച ഈ പിടുത്തമാണ് വരുന്നത്. അപ്പൊ ഇതില് ഞാൻ അങ്ങോട്ട് സ്ട്രെയിൻ കൊടുക്കുന്നില്ല. ഇവരിത് പിടിക്കുമ്പോ ഇത് ഞാൻ പിടിക്കുന്നത് കാണുമ്പോ അവർക്ക് തോന്നുന്നു എനിക്കറിയാം എന്റെ കൈയുടെ ഇവിടെ ഒക്കെ അങ്ങ് നല്ല ഇതങ്ങ് ആകും, ആ ഒരു ഷിവറിംഗ് ഒക്കെ വരും. പക്ഷെ ഇവിടെ പിടുത്തം ഇതേ ഉള്ളൂ, ഇതിനകത്താണ് നിൽക്കുന്നത്. നമ്മള് ഈ കോബ്രേനെയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കോബ്രേനെ നമുക്ക് ഇങ്ങനെ ശക്തി പിടിച്ചു കഴിഞ്ഞാൽ കൊത്തും, അത് ഇങ്ങനെ പിടിച്ചാൽ അത് അവിടെ ഇരിക്കും. അതാണ് ഈ പാമ്പാട്ടികൾ നമ്മൾ പിടിക്കുന്നത്, പിടിച്ചങ്ങ് ഞെക്കും, അന്നേരം അതങ്ങൾ അറ്റാക്ക് ചെയ്യും. അതേമാതിരി എന്തെങ്കിലും സ്മൂത്തായിട്ട് പിടിച്ചു നോക്കി അവിടെ ഇരിക്കും. അതാണ് ആ സൈക്കോളജിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ആക്ടിങ്ങിന്റെ ഒരു രീതി. എന്നാണ് ആ പിടുത്തം പിടിക്കും. ഇവർക്ക് പെർഫോമൻസും ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഇവർ ഇങ്ങനെ അത് കാര്യം അല്ലെങ്കിൽ അവർ പിടിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഊരി പോകും. കാര്യം ഞാനിങ്ങനെ ടൈറ്റ് ആയിട്ടല്ല പിടിച്ചിരിക്കുന്നത്, ഇപ്പൊ അങ്ങനെയല്ലേ പിടിച്ചത്. അപ്പൊ ഇവരിങ്ങനെ ഞാൻ അവരെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നില്ല. അപ്പൊ അവരിങ്ങോട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാകും. മനസ്സിലായില്ലേ? അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ പിടുത്തം മുറുകിയില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഊരി പോവും. അപ്പൊ അവരുടെ കാര്യം കുഴപ്പമാവുന്നത്. അവിടെയും എന്റെ സ്വാർത്ഥതയാണ് ഞാൻ കാണിച്ചത്, മനസ്സിലാക്കുക. പക്ഷെ അവരതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുള്ളതാണ്, അതെന്റെ കുഴപ്പമല്ല. ഞാനവരെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, അവരുടെ മേത്തൊരു മുറിവുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ മുഴുവനുണ്ട്. അതുപോലെ തന്നെ അതിന് നായിക എന്നെ വെട്ടുന്ന ഒരു സീനുണ്ട്. കാര്യം ഇതിങ്ങനെ ഞാനാണല്ലോ ഇത് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഇത് അവിടെ എല്ലാവരും കയ്യടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് സീക്വൻസാണ്. അവസാനമാണ് ഇവൾ എന്നെ വെട്ടുന്നത്, മീര വെട്ടുന്ന സംഭവം. അതിന് ഈ വാക്കത്തി ഒറിജിനൽ വാക്കത്തി ഉണ്ട്. ഒറിജിനൽ വാക്കത്തി പോലെ തന്നെ പ്ലൈവുഡ് വെച്ച് ഡെമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് കാണിക്കുന്നതൊക്കെ ഒറിജിനൽ ആണ്, പക്ഷെ വെട്ടുന്നത് മാത്രം ക്ലോസ് എടുക്കുമ്പോൾ അത് ഡെമ്മി വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഡെമ്മി ആണെങ്കിലും അതിന് നല്ല ഷാർപ്പാണത്, മുറിയില്ലെന്നേ ഉള്ളൂ, നല്ല വെയിറ്റും ഉണ്ട്. അതേപോലെ കാര്യം കാണണ്ടേ, അങ്ങനെ തോന്നും. അപ്പോ ഇങ്ങനെ ഈ സീൻ ഇങ്ങനെ പെർഫോം ചെയ്തു പോയപ്പോ ഇവർക്കങ്ങ് ഈ മീര അതങ്ങ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി അതില്. അപ്പൊ അവിടെ വന്ന് വെട്ടുന്നത് പ്രാക്ടീസ് ചെയ്ത്, കാര്യം ഇതെനിക്ക് ഒത്തിരി പറ്റാൻ പാടില്ലല്ലോ, റീടേക്ക് വരാൻ പാടില്ല, അപ്പൊ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് അത് എൻ്റെ ഞാനവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഫ്രെയിമിൽ, ക്യാമറയുടെ മുമ്പിൽ. അവിടെ വെച്ച് റിഹേഴ്സൽ എൻ്റെ തലയിൽ വെട്ടിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം വെട്ട് കിട്ടി. ടേക്കിലും നല്ല ഒന്നാം തരം വെട്ട് കിട്ടി. ഇവിടെ ഇങ്ങനെ നല്ല മുറിവ് വന്നില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ ഒരു 3-4-5 മുറിവുകൾ കഴുത്തലല്ലേ വെട്ടുന്നത്, അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത സീനിൽ കാര്യം എനിക്കറിയാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഴും, നിലത്ത് വീഴും. അത് ക്യാമറയുടെ മുമ്പിൽ ഇവിടെ ക്യാമറയിൽ നിന്ന് ഇങ്ങനെ വീഴാണ്, ക്യാമറയിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുകയുള്ളു. അപ്പൊ ഞാൻ ആ ക്യാമറയുടെ എൻ്റെ താഴെയാണ് ക്യാമറ ഇരിക്കുന്നത്. ആ ക്യാമറയുടെ അവിടെയൊക്കെ വീണിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു, ഒരു ചാക്ക് ഇട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഞാൻ മാറുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വീണിട്ട് ഞാൻ ഉരുണ്ടങ്ങ് മാറി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്നെ എന്നെ വെട്ടി കൊല്ലുകയാണ്. അത് ഒറിജിനലായിട്ട് വെട്ടിക്കളയും. ഞാനൊരു ഉരുണ്ട് മാറിയിട്ട് ആ ചാക്ക് ഇട്ടെടുത്ത് അവിടെ വെച്ച് അതിനിട്ട് അവള് വെട്ടിയേക്കുന്നത്. അത് എന്റെ ടൈമിംഗ് ആണത്. നടികൾക്ക് കൂടുതലും ഇങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസസ് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ല. അതിനെ കുറ്റമായിട്ട് ഞാൻ പറയല്ല. മറ്റേ വടക്കുന്നാഥൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, പത്മപ്രിയ,
അതില് എന്റെ ചെവിക്കുറ്റി കടിക്കുന്ന 2 ഷോട്ട് ഉണ്ട്. ശരി. ഞാൻ അവളുടെ മറ്റേ വളയൊക്കെ ഊരിയെടുക്കുമ്പോഴത്തേക്ക് ഞാൻ അവളുടെ എന്താ മുറച്ചെറുക്കനാണല്ലോ. നല്ലപോലെ അടി കൊണ്ടു. ഓയ്യോ, അതൊരു 3-4 ടേക്ക് വന്നു. ആ ടേക്കിനെല്ലാം അടിച്ചു. അത് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ അടിച്ചു കഴിഞ്ഞ ഉടനെ അയ്യോ ചേട്ടാ കൊണ്ടോ എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്യുമ്പോ ഈ അടി ഞാൻ കൊള്ളുകയും വേണം, പിന്നെ റീടേക്ക്. അങ്ങനെയാണ് 8-9 ടേക്ക് എടുത്തില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നു. ഒന്നുകിൽ നീ അടിച്ചോ, അടിച്ചിട്ട് ആ റിയാക്ഷൻ ഹോൾഡ് ചെയ്താൽ ടേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഭയങ്കര സെൻസ് ഓഫ് ബാലൻസ് ആണ്. അതായത് തീവ്രമായി പെർഫോം ചെയ്യുന്നതിനൊപ്പം തന്നെ അവർ ടൈമിങ്ങും ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ മറ്റേ ആൾക്ക് അപകടവും പറ്റരുത് എന്നുള്ള രീതിയിലാണ്. അതാണ് ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, അല്ല അത് ഞങ്ങള് പുരുഷ നടന്മാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആ വിഷയമല്ല. അവര് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വിഷയം ഇല്ല. അതെ അതെ അതെ. അല്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല. അപ്പൊ അവിടെ ഞാൻ അതിനെ ആ രീതിയിൽ എടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നു മെയിൽ ഫീമെയിൽ എന്നുള്ളതിനേക്കാളും അത് ആക്ടിങ്ങിന്റെ അല്ലത്. അതൊരു പ്രാക്ടീസ് ആണ്. അതിനെ അതെനിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ വിഷയമാകും. അതെ അതെ അതെ, മനസ്സിലായി. വേറെ ആരെങ്കിലും ആണ് അടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കും. അത് ഞാൻ ഇതും തന്നെ ഞാൻ നിവൃത്തിയില്ലാതെ ലാസ്റ്റ് ഞാൻ ചൂടായി. നമ്മളിത് വാഴത്തടയല്ല വെട്ടിപ്പടിക്കാനായിട്ട് നീ പറയേണ്ടി വന്നു. മനസ്സിലാക്കുക. പ്രജ എന്ന മൂവിയിലെ ചേട്ടന്റെ സക്കീർ ഭായിക്കുള്ള ഡയലോഗ്, മൈ ഗോഡ്, വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് വൈറലാകുന്നു. അതിന്റെ പുറത്ത് മീംസ് ഇറങ്ങുന്നു. ഇപ്പോഴും അതിന്റെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ താഴെ വരുന്ന കമന്റ്സ്, അന്ന് കണ്ടപ്പോൾ ലാലേട്ടന്റെ ഫാൻ, ഇന്ന് ഷമ്മിയുടെ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ്, ഇത് ചേട്ടൻ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? ആവശ്യമില്ലായിരുന്നു. എല്ലാ കാര്യമുണ്ടോ എന്നെ എന്താ പടിപുഴിയിലേക്ക് അതോട് തള്ളിവിടേണ്ട കാര്യമുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞതല്ലേ എൻ്റെ എന്താണ് ഒരു ഡൗൺഫോളിന് കാരണം എന്ന് എനിക്ക് ചോദിക്കുന്നു. അതൊരു ക്യാരക്ടറാണ്, ഷമ്മി തിലകനല്ല. അവിടെ സക്കീർ ഭായിയുടെ അടുത്ത് നിൽക്കുന്നത് ഷമ്മി തിലകനല്ല, ബലരാമനാണ്. പേര് തന്നെ എന്താണ്, ബലരാമനാണ് അല്ലേ. അവൻ ഒറ്റയ്ക്കാണ് ചെന്നിരിക്കുന്നത്. അത്ര എന്താണ്, അതും മടയില്, നമ്മുടെ പുലി മടയിലാണ് കയറി ചെന്നിരിക്കുന്നത്. അതാണ് ആ ക്യാരക്ടർ. അതിൻ്റെതായ ഒരു ഭയമില്ലായ്മ എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹം പിടിച്ചാൽ നിങ്ങൾ എന്നെ കൊന്നോ, നിങ്ങൾക്ക് കിൽമി, എന്നാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ഇല്ലെങ്കിൽ നിങ്ങളെൻ്റെ കയ്യിൽ ഇതാ. അതാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് ആലോചിച്ച് നോക്കി. അതാണ് ആ ക്യാരക്ടർ. അത് ശരിക്കും പറഞ്ഞാൽ മാതൃകാപരമാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. കാര്യം അങ്ങനെയാണ് വേണ്ടത്. എന്ന് വെച്ചിട്ട് ഈ മറ്റു ചില ഡയലോഗുണ്ട് വൃത്തികെട്ട, ആ ഡയലോഗ് എല്ലാം വേണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് നന്മ നോക്കുക. ആ ക്യാരക്ടറിന്റെ എന്താണ് അവന് ആർജിക്കണം എന്നത് അവൻ നേരെ ചെല്ലുകയാണ്, നെഞ്ചു വിരിച്ച്. അതുപോലെ തന്നെ ഭാസ്കരൻ മാഷ്, അത് നിങ്ങൾ കണ്ടിട്ടില്ല, നേരെ ആ ഒരു ലോറിയുടെ മുമ്പിൽ ഓടി വരുന്ന മുമ്പിൽ ഇങ്ങനെയൊക്കെ നിപ്പുണ്ട്. അതൊക്കെ ആ പാത്രസൃഷ്ടി അത് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ അത് റൈറ്റർ, ഡയറക്ടർ ആവശ്യപ്പെടുന്ന ഒരു സാധനം അതിലുണ്ട്. അത് ഷമ്മി തിലകനെയല്ല അവരാവശ്യപ്പെടുന്നത്, ഭാസ്കരൻ മാഷും ബലരാമനുമാണ്. അവിടെ ഞാൻ ഷമ്മി തിലകനായി നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന നടീനടന്മാർ, അവരുടെ വില, അതൊക്കെ നമുക്ക് പ്രശ്നമാകും. മറ്റേ ഞാൻ അവിടെ ഷമ്മി തിലകനായിട്ട് ഞാൻ ചിന്തിക്കാറില്ല. ബലരാമനായിട്ടും ഇവിടെ ഭാസ്കരൻ മാഷുമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഡബിൾ മോഹനൻ മാത്രമേ ഉള്ളൂ, പൃഥ്വിരാജ് അല്ല. പിന്നെ ഞാനെന്തിനാണ്, എൻ്റെ കാലേ വന്ന് തൊട്ട് വീഴുന്നവനാണ് ഡബിൾ മോഹനൻ, പൃഥ്വിരാജ് അല്ല. ഗുരുവാണല്ലോ. എൻ്റെ കാലിൽ വന്ന് തൊട്ട് വീഴുന്നവൻ അയാൾ ആന്ധ്ര. അങ്ങനെ ചോദിക്കാനായിട്ട് എനിക്ക് എന്തിനാ ഞാൻ മടി കാണിക്കേണ്ട കാര്യം? ഞാൻ കൊന്നുകളയുന്നു. അത് ആ ക്യാരക്ടറാണ് ചോദിക്കുന്നത്, നോട്ട് ഷമ്മി തിലകൻ. ആ രീതിയാണ് നമ്മൾ എന്താണ് വെച്ച് പുലർത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന നടനാണ് എൻ്റെ മുമ്പിൽ വന്നെന്ന് ചോദിക്കുന്നത് എന്ന് വിചാരിക്കുന്നവൻ നടനല്ല. അതാ എനിക്ക് പറയാനുള്ളത്. ചേട്ടന്റെ സൂപ്പർ ബൈക്സിനോടുള്ള ആരാധനയെ കുറിച്ച്. അയ്യോ അത് എനിക്കതിനകത്ത് ഒത്തിരി നാണമുണ്ട്. അതിലെ കാര്യം അത് ഞാൻ സൂപ്പർ ബൈക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മകനോടുള്ള ഒരു ഇതാണ്. അവൻ എൻ്റെ ഈ ഇരിപ്പ് പോലും നിങ്ങൾ വെച്ചാൽ അവനാണ് എന്നെ ആ രീതിയിലാക്കി എടുക്കുന്നത്. കാരണം അവൻ്റെ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ഇപ്പോഴും എനിക്ക് പലതും തോന്നുന്നുള്ളൂ. അതല്ലേ, അവനാണ് നമ്മുടെ ഒരു ഞാൻ അവൻ്റെ മുമ്പിൽ ചരിക്കുന്നത് തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. ഞാനാണ് മോൻ എന്ന് തോന്നുന്ന ഒരു രീതിയിലാണ്. കാര്യം അവൻ്റെ ആഗ്രഹത്തിൽ അവൻ്റെ താല്പര്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ ഗതികേടെന്ന് പറയാൻ
ഞാൻ ബൈക്ക് എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രായത്തില് ഇതെന്നാ പിറവും ചാടി കടന്നിട്ടുള്ളവനാണ് എന്ന് പറയാനായിട്ട് എനിക്കൊരു മടിയില്ല. ഞാൻ ഇവിടെ 100cc ബൈക്കൊക്കെ വന്ന സമയത്ത് അന്ന് എനിക്ക് സ്വന്തം ബൈക്ക് ഉണ്ടായിരുന്നു. ഞാനിവിടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുമ്പ് പോയി വീൽ ചെയ്യാനും പരിപാടി അന്ന് ഇവിടെ കേരളത്തിൽ നിന്ന് ഒരിക്കലും ചെയ്യത്ത് പോലുമില്ല. അന്ന് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിനുശേഷം എനിക്ക് ബൈക്ക് ഓടിക്കുന്നതോ ബൈക്ക് കയറുന്നതോ ഇഷ്ടമേ അല്ല. ആണോ? ഇപ്പൊ എത്ര ഉണ്ട് ബൈക്ക്? എനിക്കില്ല, അവനുണ്ടായിരുന്നു. അവനും നിർത്തി. കാര്യം അവന് ഇപ്പോ ആർട്ടിസ്റ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ ബൈക്ക് പാടാണ്. അതെ. മകന്റെ കാര്യം പറഞ്ഞപ്പം അഭിമന്യു ഫസ്റ്റ് മൂവി ഗംഭീര പെർഫോമൻസും അതുപോലെ തന്നെ പവർഫുൾ ഒരു വില്ലൻ ക്യാരക്ടർ, ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് ആദ്യം എൻട്രി. ചേട്ടന്റെ എത്രത്തോളം ഗൈഡൻസ് ഉണ്ടായിരുന്നു? ചേട്ടൻ അറിഞ്ഞിരുന്ന റോള് ഒന്നും ഉണ്ടായിട്ടില്ല? പ്യൂർലി ഹിസ് ചോയ്സ്. അവസാനം ഡബിങ്ങിലൊക്കെ ഞാൻ പോയി കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തു, വളരെ കുറച്ച് മാത്രം. ചില അതിനകത്തൊന്നും അധികം ഡയലോഗ്സ് ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള, എൻ്റെ അച്ഛനും എന്നെ അഭിനയിക്കാനൊന്നും വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആടാ ഇങ്ങനെ ചെയ്യും ഡയലോഗ് നീ പറഞ്ഞു ഒന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അത് വ്യക്തമായിട്ടൊരു 4 വരി കവിത അച്ഛന് ആ രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2-1 കണ്ട് 2-ാം തരത്തിലെ രംഗപൂജയ്ക്കങ്ങ് കൊണ്ടിട്ട് പൊന്നച്ഛൻ, 2-1 കണ്ട് 2-ാം തരത്തിലെ 7 വയസ്സുള്ളപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രംഗപൂജയ്ക്കങ്ങ് കൊണ്ടിട്ട് പൊന്നച്ഛൻ, ചൊല്ലി പറഞ്ഞൊന്നും തന്നില്ല ഏതും, ചൊല്ലാൻ ജപമാല കയ്യിൽ തന്നപ്പോഴേ ജപമാലതൻ മുത്തിലെ ആന്റണി പാഠങ്ങൾ, PJ ആന്റണി പാഠങ്ങൾ മാനം കെടുത്താതെ ഒന്നൊന്നായി നേടി ഞാൻ. മറ്റെന്ത് വേണം ഒരു ഉത്തമ പാഠം, മറ്റൊന്നുമില്ല എനിക്കത് തോന്നുന്നു. അതാണ് ഷമ്മി തിലകൻ. ഞാനിപ്പുറം ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മകനോടും കാണിക്കുന്നത്. അതിൻ്റെ എനിക്കെന്താണ് എൻ്റെ അച്ഛൻ പകർന്നത്, അല്ലെങ്കിൽ ആന്റണി സാറിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, അത് ശരിക്കും നമുക്ക് 1, 2, 3 വാചകങ്ങളിൽ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് A+B² അങ്ങനെ ഒരു സംഭവം, ഈ ഫോർമുല ഈ അഭിനയത്തിന് ഇല്ല. അത് എങ്ങനെയാണ് ഈ അഭിനയം, സിനിമാഭിനയത്തിൻ്റെ കാര്യം, നാടകത്തിനെ കുറിച്ചല്ല. നാടകത്തിനെ കുറിച്ച് ശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഒരു ഫോർമുലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഈ 24 അടിക്കകത്ത് നിന്നുള്ള അഭിനയം മാത്രമല്ലേ ഉള്ളൂ നാടകത്തിൽ. അപ്പം അതിനകത്ത് നിന്ന് ചെയ്യുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം. പിന്നെ ഈ കൊറിയോഗ്രാഫി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി. സിനിമ അങ്ങനെയുള്ള സംഭവം ഇല്ല. ജസ്റ്റ് ബിഹേവ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് എപ്രകാരം വേണമെന്നുള്ള 1, 2 വാചകങ്ങളിൽ മാത്രം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ അത് ഒറ്റ വാക്കി അല്ല ഒരു 2 സെൻറ്റൻസിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉൾക്കൊള്ളാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ നല്ല ആക്ടറാകും. അത്രേ ഉള്ളൂ അതിനകത്ത് അഭിനയം വേണ്ട സിനിമയിൽ. മനസ്സിലായില്ലേ? നിനക്കും ചെയ്യാം, അവനും ചെയ്യാം, മറ്റവനും ചെയ്യാം, ആർക്കും ചെയ്യാം. അല്ലാണ്ട് നമ്മളൊക്കെ ഈ സിനിമാ നടന്മാർ വലിയ മഹാനടന്മാരെന്നുള്ള രീതിയിലൊന്നും കാണേണ്ട യാതൊരു കാര്യവുമില്ല. സിനിമാ അഭിനയം ഒരു കഥാപാത്രം ചെയ്യുന്നത് ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും സ്കില്ലാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത്. പക്ഷെ അവർ മനോഹരമായിട്ട് അത് കത്രിക വെച്ച് നല്ല എഡിറ്റ് ചെയ്ത് നല്ല ക്ലിയർ ആക്കുന്നത് കാരണം ഈ ക്രെഡിറ്റ് മുഴുവൻ ഈ നടന്മാർ കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ, ഞാനടക്കമുള്ളവർ. അത് നല്ല വിവരമുള്ള ഡയറക്ടർ ആണെങ്കിൽ അവന്റെ കഴിവാണത്. വിലാത്ത് ബുദ്ധയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇതിൻ്റെ അകത്ത് പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട്, അതായത് ലീഡിങ് ലേഡി കഥാപാത്രം ചെയ്തിരിക്കുന്ന ആൾക്ക് 2 ചേട്ടന്റെ മോനോടും പൃഥ്വിരാജിനോടും, അതായത് ഡബിൾ മോഹനോടും ചേട്ടന്റെ മോനോടും പ്രേമമുണ്ട് എന്ന് പറയുന്നത്. അത് ഡബിൾ മോഹനൻ തന്നെ പറയുന്നുണ്ട്, അവൾക്ക് എന്നെ ഇഷ്ടമാണ് അവനെ ഇഷ്ടമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലേഡി ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിനോടൊക്കെയുള്ള ചേട്ടന്റെ കാഴ്ചപ്പാട്. സത്യം പറയുന്നത്, ഞാൻ ഒരു സിനിമ ഞാൻ ഒരു കഥാപാത്രം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഞാൻ മൊത്തത്തിൽ വായിക്കാറുണ്ട്. പക്ഷെ മറ്റുള്ള കഥാപാത്രങ്ങളുടെ അവർക്ക് കൊടുക്കുന്ന ഷെയ്ഡ് ഇല്ലേ, ആ ഒരു അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കറിയായിരിക്കും. ഭാസ്കരൻ മാഷെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സംഭവങ്ങളൊന്നും അറിവില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങേരം അവര് എന്തെങ്കിലും ഒരു സംഭവങ്ങളിൽ വരുമ്പോൾ എൻ്റെ റിയാക്ഷൻ സത്യസന്ധമാകണമെങ്കിൽ ഞാനിത് അറിയാൻ പാടില്ല. മനസ്സിലായോ? അത് ശരിയാണ്. ഞാൻ ഷമ്മി തിലകൻ എന്നൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പം തന്നെയാണത്. കാര്യം ഞാനാണല്ലോ ആ വേഷം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഈ ഭാസ്കരൻ മാസ്റ്ററും ഈ പ്രിയംവദയുടെ ക്യാരക്ടറും ചൈതന്യവും തമ്മിൽ ഉള്ള ഒരു പ്രശ്നമാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നം. ഞങ്ങൾ തമ്മിലാണ്. എനിക്ക് സത്യം പറഞ്ഞ രാജു അല്ല എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്.
മനസ്സിലായില്ലേ? രാജു അവക്ക് വേണ്ടിയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവളാണ് എൻ്റെ എതിരാളി എന്ന് പറഞ്ഞത്. അവള് കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ എനിക്ക് നേരിടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവളുടെ ചില ഇതിനകത്തെ കളികളുണ്ടല്ലോ, അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യസന്ധമല്ലാതാകും. ഈ ഭാസ്കരൻ മാസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് മനഃപൂർവ്വമായിട്ട് അവരുടെ ഉള്ളിലൊലിപ്പ് എന്താണെന്നുള്ളത് ഞാൻ അങ്ങ് വിസ്മരിക്കും. ആ സമയത്ത് ചില ആ ഡയലോഗുകൾക്ക് അപ്പൊ സത്യസന്ധമായ റിയാക്ഷൻ നമുക്ക് ഉണ്ടാകും. ശരിയല്ലേ ഞാൻ പറഞ്ഞ? അതല്ലെങ്കിൽ നമ്മളത് അഭിനയിക്കുന്നതാണെന്ന് തോന്നിപ്പോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതാണ് ഹോംവർക്ക് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ആ മറ്റുള്ളവരുടെ കഥാപാത്രത്തിലേക്ക് കൂടുതൽ ചുഴിഞ്ഞു പോകാതിരിക്കുക, നമ്മളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവൻ അവന്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇല്ലേ? അത് പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞു, അല്ലാതെ ക്യാരക്ടറിന്റെ എഴുത്തിലെ ഡെവലപ്മെന്റ് അല്ല. ആ എഴുതി നിൽക്കുന്ന ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നമ്മളിൽ മാത്രം നമ്മുടെ ക്യാരക്ടർ ശ്രദ്ധിക്കാൻ, മറ്റത് മൊത്തം അറിയണം, കഥ അറിയണം, എങ്ങനെയാണ് ഈ ഭാസ്കരൻ മാഷുടെ സഞ്ചാരഗതി എന്നൊക്കെ അറിയണം. അതറിയുന്നതോടൊപ്പം നമ്മൾ ഈ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നാൽ നമ്മളുടെ ക്യാരക്ടറിന് ഇച്ചിരി സത്യസന്ധമല്ലാതാണ്. അത് മാത്രമാണ് ഞാൻ ഹോംവർക്ക്. മറ്റതൊക്കെ എപ്പോ മേക്കപ്പ് കഴിഞ്ഞ് ഡയലോഗ് പോലും ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് തലേദിവസം ഇരുന്ന് പഠിക്കുകയോ, ഇപ്പോൾ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ ആണെങ്കിൽ പോട്ടെ, ഞാൻ തലേദിവസം, കാരണം എനിക്കത്ര ഇംഗ്ലീഷ് വശമില്ല. അപ്പം നമ്മൾ ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ അതൊരു അഡ്വക്കേറ്റ്, അത് ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതുപോലെ ഐഡൻറ്റിറ്റി, അതൊക്കെ ഞാൻ ഡയറക്ടറെ നേരെ മുറിയിൽ, ഞങ്ങൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലോ അല്ലെ എൻ്റെ മുറിയിലോ അല്ലെങ്കിൽ കാരവാനിലോ ഇരുന്ന് മണിക്കൂറുകൾ, ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും ആ ഒരു ഡയലോഗ് കൃത്യമായിട്ട് അതിൻ്റെ ആക്സെന്റ് എങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തിട്ട് ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് റിഹേഴ്സൽ കൊടുത്ത്. അല്ലാതെ ഈ നല്ല മലയാളത്തിലുള്ള ആ ഡയലോഗ് സംഭാഷണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇട്ട് സെറ്റിൽ വന്ന് അവിടെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം, കോസ്റ്റ്യൂം ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ സ്ക്രിപ്റ്റ് എടുത്ത് പഠിക്കുകയുള്ളൂ. കാരണം അന്നേരമേ ഭാസ്കരൻ മാസ്റ്റർ ആകുന്നുള്ളൂ. ഭാസ്കരൻ മാസ്റ്ററുടെ ഡയലോഗാണ് പഠിക്കേണ്ടത്, അല്ലേ? അത് അത് തന്നെയല്ല, ഞാൻ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ ടീമില്ലേ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ, അവരെല്ലാം എന്നെ ഭാസ്കരൻ മാഷേ എന്നെ വിളിക്കുക പോലും ഉള്ളൂ. അവരെല്ലാരും ചേർന്ന് എന്നെ ഭാസ്കരൻ മാഷായിട്ട് അവിടെ ജീവിക്കാനായിട്ട് എന്നെ പ്രാപ്തനാക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ സംവിധായകന്റെ ആ ഒരു എന്താണ് ഒരു കോർഡിനേഷൻ. അത് തന്നെയാണ് ആ ക്യാരക്ടറിന്റെ പ്രധാന വിജയം. അല്ലെങ്കിൽ ഞാൻ അവിടെ ആ പടത്തിൽ നിന്ന് ആ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഈ സമയത്ത് മാത്രമേ ഞാൻ അവിടെ ഭാസ്കരൻ മാഷായിട്ട് ജീവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഷമ്മി തിലകനാകുകയാണ്. അവിടെ നിന്ന് കട്ട് പറഞ്ഞ ലൊക്കേഷൻ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാനിത് ക്യാരക്ടറുമായിട്ട് ഞാൻ റൂമിലേക്ക് പോകാറില്ല ഒരിക്കലും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകാറില്ല. ഇപ്പോഴും ഞാൻ ഷമ്മി തിലകനാണ്. ഇപ്പോൾ ഞാൻ ഒട്ട് ഭാസ്കരൻ മാഷായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ബോറാണത്? അതാണ് നമ്മൾ ക്യാരക്ടറിനെ ലൊക്കേഷനിൽ അവിടെ വിട്ടേക്കുക. നമ്മൾ ജീവിതത്തിലേക്ക് പലരും ഇതുമായിട്ട് നടക്കുന്നുണ്ട്, അത് കൊള്ളില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തുടക്കത്തിലെ തന്നെ ചേട്ടന് അതിന്റെ ആവശ്യമില്ല, ഒരു പ്രിപ്പറേഷന്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. ഭാസ്കരൻ മാഷാവാൻ ചേട്ടന് പ്രത്യേകിച്ച് ചലഞ്ചിങ് അല്ല. എനിക്ക് ചലഞ്ച് കാര്യം ഓൾറെഡി ഡയറക്ടർ അത് അവര് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഭാസ്കരൻ മാഷ ഇതാണെന്ന് അതെന്നെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനെന്തിനാ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം? ആ ചട്ടക്കൂടിനകത്ത് നിന്ന് എന്താണ് പെർഫോം ചെയ്യാൻ മാത്രമേ ഒരു നടൻ അവകാശമുള്ളൂ. അവരുടെ താല്പര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കല്ല പ്രതീക്ഷ, എന്നിലാണ് പ്രതീക്ഷ. ആ എന്നിലെ പ്രതീക്ഷ ഞാൻ തീർക്കാന്ന് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ എനിക്കിങ്ങനെ അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ആ ചട്ടക്കൂടാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ചേട്ടനോട് അങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നും വരില്ല. ചേട്ടൻ അത് പെട്ടെന്ന് തന്നെ കിട്ടും. അത് പറയേണ്ടി വരില്ലെങ്കിലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. ചേട്ടൻ ഒരു ചെറുപേരല്ലേ ഉള്ളൂ ഈ ക്യാരക്ടർ. അത് തോന്നുന്നതാണ്. പിന്നെ അങ്ങനെയല്ല, ഞാൻ അതിനു വേണ്ടി കാര്യം ഈ ക്യാരക്ടറിന് ഒരു സ്ഥായിയായ ഭാവം എപ്പോഴും ഒരു കഥാപാത്രത്തിനുണ്ടാവും. ഈ സ്ഥായിയായ ഭാവം ആ കഥാപാത്രത്തിന്റെ എന്താണെന്നുള്ളത് എനിക്കല്ല അറിയാവുന്നത്. ഒന്നുകിൽ അതിന്റെ റൈറ്റർക്ക്, അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുന്ന അവരുടെയാണ് ആ കഥാപാത്രം. അത് ചോദിച്ച് അവർ എല്ലാവർക്കും ചിലപ്പോൾ അത് പറഞ്ഞു തരാനായിട്ടുള്ള ടാലന്റ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ഉണ്ടാകാം. ആ പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ ഞാനത് ഈ നമ്മൾ ചില മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ചിക്കി ചോദിച്ച് മനസ്സിലാക്കി ഞാൻ എടുക്കും. അതാണ്, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് എന്റെ കഴിവ്. ഓക്കെ.
പിന്നെ എനിക്ക് ഈസിയാണ്, അത്രേ ഉള്ളൂ. എന്തായിരിക്കും ചേട്ടനെ ചലഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും ഇത്രയും നാള് ചേട്ടൻ ചെയ്തതിൽ ഏതെങ്കിലും ചേട്ടൻ ഇത് എനിക്ക് ഭയങ്കര എനിക്കൊന്നും ചലഞ്ചായിട്ട് തോന്നിയിട്ടില്ല. ആയിട്ടില്ല? കാര്യം അങ്ങനെ ചലഞ്ചായിട്ട് തോന്നാന്ന് കൂടുതലും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ചലഞ്ചായിട്ട് തോന്നാം. ശരി. എനിക്ക് അങ്ങനെയുള്ള വേഷങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇപ്പൊ അഭിനയം ചേട്ടനെ ഇതുവരെ ചലഞ്ച് ചെയ്ത ഒന്നും ചേട്ടൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചലഞ്ച് ചെയ്യാനായിട്ട് എന്താണ് ഉള്ളത്, എനിക്കതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും സെൽഫിഷ് ആണെന്ന് ഒരുപാട് പ്രാവശ്യം ചേട്ടൻ തന്നെ പറഞ്ഞു. നമ്മളിരുന്ന് ആലോചിക്കുമ്പോൾ ആഗ്രഹിക്കില്ല ഞാൻ എന്തോ അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്റെ സെൽഫിഷ്നെസ് ഞാൻ പറഞ്ഞു. ഓക്കെ. അത് ആ ക്യാരക്ടറിന്റെ അല്ല, എന്റെ സെൽഫിഷ്നെസ് അത് വേറെയാണല്ലോ. അത് എന്റെ ഷമ്മീത്തിലെ എന്റെ ഞാൻ പറഞ്ഞ ക്യാരക്ടറിന്റെ കാര്യം. ചലഞ്ച് ചെയ്യുന്ന എപ്പോഴും ക്യാരക്ടറിലല്ലേ ചലഞ്ച് വരുന്നത്. ഷമ്മീത്തിലേനല്ലല്ലോ അവിടെ ചലഞ്ച് വരും. ആ ക്യാരക്ടർ അവരെന്നെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ ചലഞ്ച്? അപ്പൊ എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ ഈ ഇന്റർവ്യൂ കരിയർ ആണെങ്കിൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഐ എം റിയലി ഹാപ്പി എനിക്ക് ചേട്ടനെ പോലെ ഒരാളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ. വളരെ കൃത്യമായിട്ട് ചേട്ടൻ മറുപടികൾ പറയും. ഒരുപാട് കാര്യങ്ങൾ ചേട്ടന് പറയാനുണ്ട്. കാതലുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. ഭയങ്കര എന്താ പറയാ, എനിക്ക് എൻ്റെ ഒരു പൊൻതൂവലും കൂടെയാണ്. സോ ചേട്ടന് പറയാ പ്രേക്ഷകരോട് എന്തെങ്കിലും മതി. ഇനി പ്രേക്ഷകരോട് ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ചേട്ടൻ എന്തെങ്കിലും പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ കാണുക, കണ്ടിട്ട് വിലയിരുത്തൂ. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറഞ്ഞോളൂ, സന്തോഷമേ ഉള്ളൂ, ഒരു ഇതുമില്ല. പക്ഷേ ഈ കാണാതെ അല്ലെങ്കിൽ മറ്റ് ശരിയല്ലാത്ത കണ്ണിലൂടെ കണ്ടിട്ട് അത് ചളമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട്. കാര്യം ഞങ്ങളെല്ലാവരുടെയും വളരെ ഒരു മൂന്ന് 4 വർഷത്തോളമുള്ള ഒരു കഷ്ടപ്പാടാണ് ആ സിനിമ എന്ന് പറഞ്ഞത്. അത് പറയേണ്ട, നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല, നമുക്കറിയാം. പക്ഷേ എങ്കിൽ കൂടിയും ഒരു സിനിമ, നല്ല കഥ, നല്ല എല്ലാ ആർക്കും, നിങ്ങൾ ഒരാൾ പോലും അതിന് ഒരു പെർഫോമൻസിൻ്റെയോ അല്ലെങ്കിൽ സിനിമയുടെ ക്യാമറയെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും ഒരു എതിരഭിപ്രായവും നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതുമായിട്ട് ആ സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ചില വിഷയങ്ങൾ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കാണുന്നത് ഖേദകരമാണ്. ദയവേത് അതിൽ നിന്ന് പിന്മാറണമെന്ന് കേണപേക്ഷിക്കുകയാണ്. പ്ലീസ്, നിങ്ങളാരുടെ സിനിമ കണ്ട് വിലയിരുത്തും. എന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ച് ചീത്ത പറഞ്ഞോ, ഒരു സന്തോഷമേ ഉള്ളൂ. ചീത്ത പറയാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ പറയരുത്. താങ്ക് യു.